ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. ഏകദേശം 600-ലധികം സിനിമകളിൽ പ്രേംനസീർ അഭിനയിച്ചിട്ടുണ്ട്. 100ഓളം സംവിധായകർ അദ്ദേഹത്തിൻ്റെ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുമുണ്ട്. ഇവരിൽ തന്നെ ഒന്നിലധികം പ്രേംനസീർ സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകരുണ്ട്. ഒരു പ്രേംനസീർ ചിത്രം മാത്രം സംവിധാനം ചെയ്യാൻ ഭാഗ്യമുണ്ടായ സംവിധായകരുമുണ്ട്. ഏറ്റവും കൂടുതൽ പ്രേംനസീർ ചിത്രം സംവിധാനം ചെയ്തവരിൽ മുന്നിൽ നിൽക്കുന്നത് J. ശശികുമാറാണ്. 86 പ്രേംനസീർ ചിത്രങ്ങൾക്കാണ് അദ്ദേഹം സംവിധായകനായി മാറിയത്. കുടുംബിനി മുതൽ തുടങ്ങിയ അവരുടെ ബന്ധം, മകളെ മാപ്പ് തരൂ വരെ 86 സിനിമകളിൽ തുടർന്നു. AB രാജും M. കൃഷ്ണൻ നായരും കുഞ്ചാക്കോയുമെല്ലാം 34 വീതം പ്രേംനസീർ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പ്രശസ്ത സംവിധായകനായ ഹരിഹരൻ 23 പ്രേംനസീർ സിനിമകൾ സംവിധാനം ചെയ്തപ്പോൾ KS സേതുമാധവൻ 22, P. ഭാസ്കരൻ 20, A. വിൻസെന്റ് 16 പ്രേംനസീർ സിനിമകൾ സംവിധാനം ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രേംനസീർ സിനിമകൾ സംവിധാനം ചെയ്ത ഈ സംവിധായകരെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു സിനിമ മാത്രം സംവിധാനം ചെയ്ത 50-ലധികം സംവിധായകർ വേറെയുമുണ്ട്. അതിൽ ജീവിതത്തിലാകെ ഒരു സിനിമ മാത്രം സംവിധാനം ചെയ്ത സംവിധായകരുണ്ട്. മറ്റു ചിലർ തങ്ങൾ സംവിധാനം ചെയ്ത സിനിമകളിൽ ഒരു പ്രേംനസീർ സിനിമ മാത്രം ഉള്ളവരുമുണ്ട്. അങ്ങനെ ഒറ്റ പ്രേംനസീർ ചിത്രം മാത്രം സംവിധാനം ചെയ്ത സംവിധായകനെ പറ്റിയാണ് ഇന്ന് സിനിമാ കമ്പം പ്രേക്ഷകരോട് പറയുന്നത്. അതിൽ പ്രശസ്തരും അപ്രശസ്തരുമുണ്ട്, അപ്രശസ്ത സിനിമകളുണ്ട്. ആ ഒരൊറ്റ പ്രേംനസീർ ചിത്രം കൊണ്ട് തന്നെ പ്രശസ്തമായവരുമുണ്ട്. പ്രേംനസീറിനെ വെച്ച് ഒരു സിനിമ മാത്രം സംവിധാനം ചെയ്തവരുടെ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയുടെ സംവിധായകനായ SK ചാരിയും ഉൾപ്പെടുന്നു എന്നത് നമുക്ക് അത്ഭുതം തോന്നും. ഒരുപാട് സംവിധായകരെയും നിർമ്മാതാക്കളെയും എല്ലാം സംരക്ഷിച്ചിട്ടുള്ള പ്രേംനസീർ അദ്ദേഹത്തെ മറന്നുപോയോ എന്ന് നമ്മൾ സംശയിക്കും. എന്നാൽ ആ ഒരു ഒറ്റ ചിത്രത്തോടു കൂടി SK ചാരി ഈ രംഗത്ത് നിന്ന് തന്നെ മാറിയതാണ് അതിൻ്റെ ഒരു കാരണം. പ്രേംനസീർ പതുക്കെ ഈ രംഗം കീഴടക്കുമ്പോഴേക്കും SK ചാരി സിനിമയോട് തന്നെ വിട പറഞ്ഞിരുന്നു. പ്രേംനസീറിനെ പോലെ തന്നെ SK ചാരിയുടെയും ആദ്യ ചിത്രമായിരുന്നു മരുമകൾ. സത്യൻ അന്തിക്കാട് പ്രേംനസീറിനെ വെച്ച് ഒരു സിനിമ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ. അതും 1989 ലാൽ അമേരിക്കയിൽ എന്ന സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത സിനിമയിലാണ് പ്രേംനസീർ അദ്ദേഹത്തിനോട് കൂടി ആദ്യമായും അവസാനമായും ഒന്നിച്ചത്. ലാൽ അമേരിക്കയിൽ പ്രേംനസീറിന്റെ മരണശേഷം ഇറങ്ങിയ സിനിമയും കൂടിയാണ്. പ്രശസ്ത സംവിധായകനായ ഫാസിലും പ്രേംനസീറിനെ വെച്ച് ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്ത മറക്കില്ല ഒരിക്കലും എന്ന സിനിമയിലാണ് പ്രേംനസീറും അദ്ദേഹത്തോടൊപ്പം മോഹൻലാലും ഒരുമിച്ചത്. ഫാസിലിൻ്റെ പിന്നീടുള്ള ചിത്രങ്ങളിൽ ഒന്നും തന്നെ പ്രേംനസീർ എന്തുകൊണ്ടോ ഭാഗ്യമായിട്ടില്ല. പ്രശസ്ത നടനായ മധു, അദ്ദേഹം സംവിധായകനായും നിർമ്മാതാവായും കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. മധുവും പ്രേംനസീറിനെ താൻ സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1986 പുറത്തിറക്കിയ ഉദയം പടിഞ്ഞാറ് എന്ന മധു സംവിധാനം ചെയ്ത സിനിമയിലാണ് പ്രേംനസീർ അഭിനയിച്ചിട്ടുള്ളത്. പ്രേംനസീറിന്റെ സന്തത സഹചാരിയായ അടൂർ ബാസി 2 സിനിമകളാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ നിറകുടം. എന്നാൽ എല്ലാവരും അന്ന് പ്രതീക്ഷിച്ചത് അടൂർ ബാസി ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ തീർച്ചയായും അതിലെ നായകൻ പ്രേംനസീർ ആയിരിക്കുമെന്നാണ്. പക്ഷെ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയിലെ നായകൻ പ്രേംനസീർ ആയിരുന്നില്ല, അത് കമൽഹാസനായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം തൻ്റെ രണ്ടാമത്തെ സിനിമ അച്ചാരം അമ്മിണി ഓശാരം ഓമന സംവിധാനം ചെയ്തപ്പോൾ അതിലെ നായകനായി പ്രേംനസീർ തന്നെയാണ് വന്നത്. അത് വലിയൊരു ഹിറ്റായി മാറുകയും ചെയ്തു. പ്രശസ്ത സംവിധായകനായ കുഞ്ചാക്കോ ഫാമിലിയിൽപ്പെട്ടയാളാണ് ജിജോ. തച്ചോളി അമ്പുവൊക്കെ സംവിധാനം ചെയ്ത അപ്പച്ചൻ്റെ മകൻ. ജിജോ 2 സിനിമകൾ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ. ആ രണ്ടും മലയാള സിനിമയുടെ യശസ് ലോകമാകമാനം ഉയർത്തുന്നതിന് കാരണമായിട്ടുണ്ട്. അതിലൊന്നാണ് 1984 പുറത്തിറങ്ങിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ. മറ്റൊന്ന് 1981 പുറത്തിറങ്ങിയ പടയോട്ടം. പടയോട്ടം എന്ന സിനിമയിലെ നായകൻ പ്രേംനസീറായിരുന്നു. മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ പ്രേംനസീർ അഭിനയിക്കുന്നില്ലെങ്കിലും ആ സിനിമയിൽ അദ്ദേഹം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. 70കളോട് കൂടിയാണ് മലയാള സിനിമയിൽ ആർട്ട് സിനിമ എന്ന ഒരു സമാന്തര സിനിമാ പ്രസ്ഥാനം തുടങ്ങിയത്. ആർട്ട് സിനിമയുടെ വക്താക്കളായിരുന്നു PN മേനോൻ, ബക്കർ, ലെനിൻ രാജേന്ദ്രൻ തുടങ്ങിയവർ. പ്രേംനസീർ പൂർണ്ണമായും സമാന്തര സിനിമയിൽ നിന്നും അകന്നു നിന്നിരുന്ന ഒരാളായിരുന്നു. സമാന്തര സിനിമാക്കാർക്ക് പ്രേംനസീർ എന്നത് അവരുടെ ഒരു എതിരാളി പോലെയായിരുന്നു. എന്നാൽ ആ സമാന്തര സിനിമാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ PN മേനോൻ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്തത് പ്രേംനസീറിനെ വെച്ചാണ്. റോസി എന്നാണ് ആ സിനിമയുടെ പേര്.
എന്നാൽ പിന്നീട് സമാന്തര സിനിമാ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചപ്പോൾ PN മേനോൻ സിനിമകളിൽ പ്രേം നസീർ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. മീനമാസത്തിലെ സൂര്യൻ തുടങ്ങിയ നല്ല സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകനാണ് ലെനിൻ രാജേന്ദ്രൻ. അദ്ദേഹവും പ്രേം നസീറിനെ വെച്ച് ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് പ്രേം നസീർ എന്ന ആ താരത്തിൻ്റെ സ്റ്റാർഡം തന്നെ അതേപടി തൻ്റെ സിനിമയിൽ ഉപയോഗിച്ചുകൊണ്ട് പ്രേം നസീറിനെ കാണാനില്ല എന്ന സിനിമയാണ് അദ്ദേഹം ഒരുക്കിയത്. ഒരുപാട് വിമർശക പ്രശംസ നേടിയ സിനിമയായിരുന്നു പ്രേം നസീറിനെ കാണാനില്ല. സുപ്രസിദ്ധ എഴുത്തുകാരനാണ് NN പിഷാരടി. അദ്ദേഹവും പ്രേം നസീറിനെ വെച്ച് ഒറ്റ സിനിമ മാത്രം സംവിധാനം ചെയ്ത സംവിധായകരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നോവലാണ് 1985 വെള്ളം എന്ന പേരിൽ MT തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്തു. പ്രേം നസീർ അതിൽ നായകനായിരുന്നു. എന്നാൽ അദ്ദേഹവും ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്നാണ് ആ സിനിമയുടെ പേര്. അതിൽ നായകനായത് പ്രേം നസീറാണ്. മധുവിന്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു അത്. പിഷാരിയുടെ ആദ്യത്തെയും അവസാനത്തേതുമായ പ്രേം നസീർ ചിത്രവും. TS സുരേഷ് ബാബുവിനെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് നല്ല പരിചയമാണ്. അദ്ദേഹത്തിന്റെ കോട്ടയം കുഞ്ഞച്ചൻ മമ്മൂട്ടിയുടെ കരിയറിൽ തിളക്കമാർന്ന ഒരു സിനിമയായി മാറിയിട്ടുണ്ട്. TS സുരേഷ് ബാബുവും പ്രേം നസീറിനെ വെച്ച് ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരു നാൾ ഇന്നൊരു നാൾ എന്നാണ് ആ സിനിമയുടെ പേര്. പ്രേം നസീർ ചിത്രമായിട്ടും വലിയ ചലനമൊന്നും ആ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രശസ്ത നിർമ്മാതാവും പ്രേം നസീറിന്റെ സന്തത സഹചാരിയുമായ RS പ്രഭു, അദ്ദേഹവും പ്രേം നസീറിനെ വെച്ച് ഒറ്റ സിനിമ സംവിധാനം ചെയ്ത സംവിധായകരിൽ ഒരാളാണ്. രാജമല്ലി എന്നാണ് ആ സിനിമയുടെ പേര്. പ്രേം നസീറിനെ വെച്ച് ഒറ്റ സിനിമ സംവിധാനം ചെയ്തവരിൽ മറ്റൊരു പ്രശസ്തനായ സംവിധായകനാണ് PA ബക്കർ. സമാന്തര സിനിമയുടെ വക്താവായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം പ്രേം നസീറിനെയും പ്രേം നസീർ സിനിമകളെയും വിമർശിക്കുന്നതിലും മടിയൊന്നും കാണിച്ചിരുന്നില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ സിനിമയിൽ പിന്നീട് 1984 പ്രേം നസീർ നായകനായി. ചാരം എന്നാണ് ആ സിനിമയുടെ പേര്. പ്രേം നസീറിന്റെ അഭിനയം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു ചാരം. അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ് അവാർഡെല്ലാം കിട്ടുമെന്ന് അന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആ സിനിമ സ്റ്റേറ്റ് അവാർഡിന് വേണ്ടി അയക്കാത്തതിന്റെ പേരിൽ മാത്രം പ്രേം നസീറിന് ഒരു സ്റ്റേറ്റ് അവാർഡ് നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് സിനിമാസ്വാദകർ ഇന്നുമുണ്ട്. ആസാദ് എന്ന സംവിധായകൻ അധികം സിനിമകളൊന്നും സംവിധാനം ചെയ്തിട്ടില്ല. എന്നാൽ അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. MT തിരക്കഥ എഴുതിയ ആ സിനിമ മലയാള സിനിമയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിൽ ഒന്നാണ്. അതിനു മുമ്പ് അദ്ദേഹം MTയുടെ തിരക്കഥയിൽ തന്നെ മറ്റൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്, പാതിരാവും പകൽ വെളിച്ചവും. ആ സിനിമയിലെ നായകൻ പ്രേം നസീറായിരുന്നു. പ്രേം നസീറിനെ വെച്ച് അദ്ദേഹം സംവിധാനം ചെയ്ത ഏക സിനിമയും അതായിരുന്നു. KS ആന്റണി എന്ന ഒരു സംവിധായകൻ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇന്ന് പലരും മറന്നിട്ടുണ്ടെങ്കിലും മലയാള സിനിമയ്ക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. മലയാള സിനിമയ്ക്ക് വിലമതിക്കാനാവാത്ത ഒരു സംഭാവന അദ്ദേഹം തന്റെ ചിത്രത്തിലൂടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്ത കാൽപ്പാടുകൾ എന്ന സിനിമയിലാണ് ഗന്ധർവ ഗായകൻ KJ യേശുദാസ് അങ്ങനെ ഒരു അനശ്വര ഗായകനെ സിനിമയിലേക്ക് കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് എന്തായാലും അദ്ദേഹത്തിന് അവകാശപ്പെടാവുന്നതാണ്. പ്രേം നസീർ അഭിനയിച്ച KS ആന്റണി സംവിധാനം ചെയ്ത ഒരേ ഒരു സിനിമയാണ്. ഇനിയും ഒരുപാട് സിനിമാ സംവിധായകരുണ്ട് പ്രേം നസീറിനെ വെച്ച് ഒരു സിനിമ മാത്രം സംവിധാനം ചെയ്തവർ. അവരുടെ സിനിമയെ പോലെ തന്നെ അവരും പലപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നെല്ലാം മാഞ്ഞു പോയിട്ടുണ്ടാവും. അതിൽപ്പെട്ട ചിലരെയും അവരുടെ സിനിമകളെയുമാണ് ഇനി പറയാൻ പോകുന്നത്. GK റാവു ആത്മാർപ്പണം, MK നമ്പ്യാർ ദേവസുന്ദരി, NS മുത്തുരാമനും രാമനാഥനും കൂടി സംവിധാനം ചെയ്ത ദേവാലയം, MAV രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മുതലാളി എന്ന സിനിമ, 26 ഗാനങ്ങളടങ്ങിയ 1957 പുറത്തിറങ്ങിയ സത്യനും പ്രേം നസീറും അഭിനയിച്ച ദേവസുന്ദരി സംവിധാനം ചെയ്ത MKR നമ്പ്യാർ, KS സേതുമാധവന്റെ സംവിധാന മേൽനോട്ടത്തിൽ മയിലാടുംകുന്ന് സംവിധാനം ചെയ്ത SS ബാബു, പ്രേം നസീർ, ഷീല സുകുമാരി തുടങ്ങിയവർ അഭിനയിച്ച P കരമചന്ദ്രൻ സംവിധാനം ചെയ്ത 1967 പുറത്തിറങ്ങിയ പൂജ, ഡയൽ 2244 സംവിധാനം ചെയ്ത RM കൃഷ്ണസ്വാമി, ഷീല ജയഭാരതി തുടങ്ങിയവർ അഭിനയിച്ച പുത്തൻ വീട് എന്ന സിനിമ സംവിധാനം ചെയ്ത K സുകുമാരൻ നായർ, മിസ് മേരിയുടെ സംവിധായകനായ ജംബു,
1973 പുറത്തിറങ്ങിയ പ്രേംനസീർ, ജയഭാരതി തുടങ്ങിയവർ അഭിനയിച്ച മനസ്സ്, സംവിധാനം ഹമീദ് കാക്കശ്ശേരി. ആ വർഷം തന്നെ പുറത്തിറങ്ങിയ പാരിജാതം സംവിധാനം ചെയ്ത മൻസൂർ, സുന്ദരിമാരുടെ സ്വപ്നങ്ങൾ സംവിധാനം ചെയ്ത കെ ശങ്കർ. 1979 പുറത്തിറങ്ങിയ പ്രേംനസീർ, വിൻസെന്റ് മത്സരിച്ച് അഭിനയിച്ച ഇനിയും കാണാം എന്ന സിനിമ സംവിധാനം ചെയ്ത ചാൾസ് അയ്യമ്പള്ളി. IV ശശിയുടെ ഉത്സവം, അവളുടെ രാവുകൾ തുടങ്ങി ഒരുപാട് സിനിമകൾക്ക് തിരക്കഥ ഒരുക്കിയ A ഷെരീഫ് സംവിധാനം ചെയ്ത അസ്തമിക്കാത്ത പകലുകൾ. ഇവരെല്ലാം പ്രേംനസീറിന്റെ ഒറ്റ ചിത്രം മാത്രം സംവിധാനം ചെയ്യാൻ കഴിഞ്ഞ സംവിധായകരാണ്. കൂടാതെ അശോക് കുമാർ, തേനും മയങ്ങും, CN വെങ്കട്ടസ്വാമി, കിലുങ്ങാത്ത ചങ്ങലകൾ, രാജാജി ബാബു, അങ്കച്ചമയം, VS നായർ, അംഗം, TS മോഹൻ, ശത്രു, സലാം ചെമ്പഴന്തി, നേരറിയും നേരത്ത്. പ്രേംനസീറിന്റെ ഒറ്റ ചിത്ര സംവിധായകരുടെ ലിസ്റ്റ് നീളുകയാണ്. ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടതും ശ്രദ്ധിക്കപ്പെടാത്തതുമായ ഒരുപാട് ഒറ്റ ചിത്ര സംവിധായകരും സിനിമകളുമുണ്ട്. അവരുടെ സിനിമകൾ വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും കാലം മറന്നുപോയാലും പ്രേംനസീറിനെ വെച്ച് സംവിധാനം ചെയ്ത സംവിധായകരുടെ ലിസ്റ്റിൽ അവരുടെ പേര് എന്നും കാലം നിലനിർത്തുക തന്നെ ചെയ്യും. കാരണം പ്രേംനസീർ എന്ന മലയാള സിനിമയിലെ അനശ്വര ഇതിഹാസത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞവർ കൂടിയാണ് അവർ. പ്രേംനസീർ ഒറ്റ ചിത്ര സംവിധായകരുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം.